ഹായ് ഗായ്സ്. അപ്പോൾ നമ്മളൊരു ഇത് ഫുൾ ടൈം പണിയാറുണ്ടോ വീട് ക്ലീൻ ആയാലും കപ്പയും കേട്ടോ നല്ല അടിപൊളിയായിട്ട് കല്ലി ഇവിടെ വരും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കല്യാണത്തിനുമായിട്ട് ഇറങ്ങാൻ പോകണം. ഫാമിലിയായിട്ടാണ് പോണേ. വൈഫ് ഇവിടെ ഉണ്ട്. കുറച്ച് ഡ്രസ്സ് മാറി അങ്ങോട്ട് പോയിട്ടുണ്ട്. ഞങ്ങൾ പോവുകയാണ്. ഇന്ന് ഫുൾ ക്ലീനിങ് ആയിരുന്നു കേട്ടോ. മൊത്തം ക്ലീൻ ചെയ്ത് അടിപൊളിയാക്കി. ഇത് ഇനി ഇതൊക്കെ ഒന്ന് കഴുകി പറക്കണമെന്നുണ്ട്. ഓണത്തിന് മുമ്പ് ഇതെല്ലാം ഒന്ന് കഴുകി പറക്കണമെന്ന് ഓർത്തുകൊണ്ടായിരിക്കണേ. അപ്പോൾ നമ്മൾ പിന്നെ ചെയ്ത ഇതുണ്ടോ, ഇനി ആകെ ചെയ്യാനുള്ളത് ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ കഴുകി ക്ലീനാക്കിയേ. ഇനി ഇതൊക്കെ ഇതിൻ്റെ ടോപ്പൊക്കെയും ക്ലീനാക്കി, ഇതെല്ലാം ക്ലീനാക്കി, ഇതെല്ലാം ഷെൽഫ് കാര്യങ്ങളെല്ലാം ക്ലീനാക്കി. ഇനി ഇതിൻ്റെ മുകളിൽ മാത്രം ഒന്ന് മൊത്തത്തിലൊന്ന് സെറ്റ് ചെയ്ത് ഒന്ന് ക്ലീൻ ആക്കാനുണ്ട്. പിന്നെ വേറെ ഈ ഫ്രിഡ്ജിൻ്റെ മുകളോടെ ഒന്ന് ക്ലീൻ ആക്കാനുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളൊന്ന് ക്ലീൻ ആക്കാനുണ്ട്. അത്ര കാര്യങ്ങളുള്ളൂ. ബാക്കി എല്ലാം ക്ലീൻ ആക്കിക്കണം. പിന്നെ ഇതൊക്കെ നമ്മൾ നല്ല രീതിയിലൊന്ന് സെറ്റ് ചെയ്തു. തിരിച്ച് ഇങ്ങോട്ടേക്ക് ആക്കി. തെക്കോട്ടേക്കാണ് നമ്മുടെ കന്നിമൂലയിൽ റൂമിൽ കിടക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് കന്നിമൂലയിലേക്ക് സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. അപ്പം നമ്മളിനി ഇറങ്ങുവാണ്. കല്യാണം മാരേജ് 6 മണി തൊട്ട് 9 മണി വരെയാണ്. അപ്പോൾ ഏകദേശം 7 മണിയായി. ഇപ്പം നമ്മൾ പോവുകയാണ്. ഓക്കെ ഗൈസ്, ഓക്കെ. നീ എന്നാലും വന്നില്ല. അപ്പം നിന്നോട് കിട്ടിയിട്ടാവേ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് കയറിയിരിക്കുകയാണ്. നല്ല അടിപൊളി ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. ഇത് ഒന്നാമത് എന്താണെന്ന് വെച്ചാൽ സൺഡേ സ്കൂളിൽ വെച്ച പ്രോഗ്രാം. ഈ സൺഡേ സ്കൂൾ എന്ന് പറയുമ്പോൾ ഇച്ചിരി വീതി കുറവാണ്. വീതി കുറവായതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഇടുക്കിൻ്റെ ഇടയിൽ വേണം കേട്ടോ പയ്യനെ കാണാനായിട്ട് പോകാനായിട്ട്. അപ്പോൾ നമ്മൾ അകത്ത് കയറിയപ്പോൾ പയ്യനെ കാണാമെന്ന് ഓർത്താണ് ആരും കയറി. പക്ഷേ തിരക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം തന്നെ ഫുഡ് കഴിക്കാനുണ്ടാകും കയറി അങ്ങോട്ടേക്ക്. കാരണം കടന്നു പോകാൻ പറ്റില്ല. എന്നാൽ പിന്നെ സീറ്റുള്ള സ്ഥലത്ത് നോക്കി അങ്ങ് കയറി ഇരുന്നു. അപ്പോൾ ഞങ്ങൾ 4 പേര് ഇരുന്നു കേട്ടോ. ഞാനുണ്ട്, അനിയനുണ്ട്, അനിയൻ്റെ വൈഫുണ്ട്, പിന്നെ എൻ്റെ വൈഫുണ്ട്, കൊച്ചുണ്ട്. ഞങ്ങൾ 2 കൂടെ കൊച്ചുണ്ട്. അപ്പോൾ എന്തായാലും ഇവരുടെ നിക്കാഹും കഴിഞ്ഞ് വൈകിട്ട് ഈവനിങ് ഫംഗ്ഷനാണ് വച്ചാറിന്. ഇനിയിപ്പോൾ ഇന്ന് തന്നെ ചെറുക്കന് അടിമാലിക്ക് പോകണമെന്ന് പറഞ്ഞ്. ഇവൻ്റെ പേരെന്നാന്ന് കണ്ടേ, ബുന്നയാന്നാണ് ഇവൻ്റെ പേര്. നല്ല അടിപൊളി പേരല്ലേ. അപ്പോൾ ഇന്ന് അവന് ഇവിടെ നിന്ന് അടിമാലി പോകണം. അടിമാലി എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഒരു 50 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഒരു 9 മണി കഴിഞ്ഞിട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ തന്നെ സമയം 8:30 ആവാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതും കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്ക് 9 മണിയോടുകൂടി ഇറങ്ങണമെന്നും പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. ഏതായാലും നല്ല ഫുഡായിരുന്നു കേട്ടോ. അങ്ങനെ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ചെന്ന് ഫോട്ടോയ്ക്ക് എടുത്തുകൊണ്ടിരിക്കുക. അതിൻ്റെ ഒപ്പം ഞങ്ങളും കയറിയിട്ട് ഫോട്ടോ എടുക്കാനായിട്ട്. ഞങ്ങൾ ഫാമിലി മൊത്തത്തിൽ കയറി. അച്ഛനമ്മയുണ്ട്, എല്ലാവരും കൂടി എടുക്കണം. അപ്പോൾ നമ്മൾ കല്യാണത്തിന് പോയി, കല്യാണം കൂടി. നല്ല അടിപൊളി ബിരിയാണിയായിരുന്നു. സൂപ്പർ ബിരിയാണിയൊക്കെ കഴിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ പോണ വഴി പറ്റുവാണെങ്കിൽ ഒരു ഐസ്ക്രീമും കഴിച്ചിട്ട് പോകണമെന്ന് ഓർത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അവിടെ ജ്യൂസും ബിരിയാണിയും ഉണ്ടായിരുന്നു. പിന്നെ ഐസ്ക്രീം ഇല്ലാത്തവർ നമ്മൾ പോണ ഒരു ഐസ്ക്രീം കഴിച്ചാലെന്ന് ഓർത്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ പൊന്നിക്കുട്ടിക്ക് നല്ല സെറ്റപ്പായിട്ട് അടിപൊളിയായിട്ട് ഡ്രസ്സൊക്കെ ചെയ്താവുന്നത്. പൊന്നുകുട്ടിയുടെ മാല ഒന്ന് കാണിച്ച പൊന്നുകുട്ടി കാണട്ടെ. വാവ്, എല്ലാവരും കണ്ട അടിപൊളി മാല കേട്ടോ. പൊന്നുകുട്ടിയുടെ മാല ഉണ്ടോ? നല്ല സെറ്റപ്പ് മാലയാണ് പൊന്നുകുട്ടി. പൊന്നുകുട്ടി നല്ല അടിപൊളി പോസൊക്കെ ആയിട്ട് നിൽക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ഐസ്ക്രീം കഴിക്കാനായിട്ട് സൂക്ഷ്മദർശിനി പിടിച്ച മാർലി 1918 എന്ന ബേക്കറിൽ കയറിയിരിക്കുകയാണ്. ഇവിടുന്ന് ഐസ്ക്രീമും കഴിച്ചിട്ട് പോകാൻ ഓർത്തുകൊണ്ടിരിക്കണം. അപ്പോൾ എന്തായാലും ബിരിയാണിയും കഴിച്ചിട്ട് വന്നാലേ, അതുകൊണ്ട് ഞാനൊരു സാധാ ഉപ്പ് നാരങ്ങവെള്ളം പറഞ്ഞിട്ടുണ്ട്. ഉപ്പ് സോഡ നാരങ്ങവെള്ളമാണ് പറഞ്ഞത്. ഉപ്പ് സോഡ നാരങ്ങവെള്ളം പറഞ്ഞിട്ടുണ്ട്. ബാക്കി ഇവർ ഐസ്ക്രീമും പിന്നെ എന്തോ കേക്ക് കാര്യങ്ങൾ എന്തൊക്കെയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വെയിറ്റിങ്ങിലാണ് വരാൻ. അപ്പോൾ ഐസ്ക്രീം വന്നു. പൊന്നിക്കുട്ടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഐസ്ക്രീം. മാംഗോ ഐസ്ക്രീമാണ്. മാംഗോസ് ഐസ്ക്രീമിൻ്റെ ഒരു സ്കൂപ്പ് മേടിച്ചിട്ടുണ്ട്. പൊന്നിക്കുട്ടി അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പൊന്നിക്കുട്ടി ഫുള്ളും മറ്റും കഴിക്കുമെന്നറിയില്ല. അപ്പോൾ കഴിക്കുന്നിടത്തോളം കഴിക്കട്ടെ, ബാക്കി വൈഫ് കഴിച്ചോളും. പിന്നെ ഒരു ചോക്ലേറ്റ് ഒരു എന്തോ കേക്കും വരാനുണ്ട്. അവിടെ തന്നെ വരും. അങ്ങനെ കേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ്. കേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അത് മൊത്തം കഴിച്ചോളും. അത് മൊത്തം ബ്രെഡാണ്. ബ്രെഡ് ജാമും ചേർത്തുള്ള ബ്രെഡ് ജാമാണ് വേണ്ടത്. അപ്പോൾ നമ്മളിനി എല്ലാം കഴിച്ചും കഴിയാറായി. നമ്മളിവിടുന്ന് ഇറങ്ങുകയാണ്. ഇതാണ് മാർലി സിൻസ് 1918 മാർലി ബേക്കറി. ഇതാണ് അതിൻ്റെ അപ്പർ സൈഡിലാണ് ഫുള്ളും സാധനങ്ങളൊക്കെ പറ്റാം ഗൈസ്.
ആ അതോ ഓഫ് ചെയ്തില്ലേ? ഇല്ല. ഹേ ഗായ്സ്, അങ്ങനെ നമ്മളൊരു മാരേജ് ഫംഗ്ഷനൊക്കെ പോയിട്ട് തിരിച്ച് ഫ്ലാറ്റിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാരേജ് ഫംഗ്ഷനൊക്കെ നല്ല അടിപൊളിയായിരുന്നു. നല്ല അടിപൊളി സൂപ്പർ ചിക്കൻ ബിരിയാണി കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. എന്തായാലും കൊച്ചുറങ്ങിപ്പോയി. കൊച്ചുറങ്ങി. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഫ്ലാറ്റിൽ ഒരു പൂച്ച വന്ന് കയറി. പൂച്ച പ്രസവിച്ചു. കണ്ടോ, 3 കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. 3 കുഞ്ഞുങ്ങളുണ്ട്. ഇപ്പം അതിൻ്റെ ഉള്ളിൽ കിടന്ന് തത്തി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഓക്കെ, ഇനി നമ്മുടെ വീഡിയോസൊക്കെ കാണാൻ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത വ്ളോഗായിട്ട് വരാം. ഓക്കെ, ബൈ.